ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടെ അപ്കമിംഗ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ലളിതയുടെ വീട്ടിലേക്ക് സുനന്ദയെ പെണ്ണ് ചോദിച്ചു പോയ നിധിയും സുധീഷും ഹരീഷും നികേഷും വിഷമത്തോടുകൂടി മടങ്ങിയെത്തുമ്പോൾ ഭാസ്കരൻ അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. സുധീഷ് പറയുന്നു, ഞങ്ങള് സുഭാഷ് ഏട്ടന് വേണ്ടിയാണ് പോയത്. നാണംകെട്ടതിൽ ഞങ്ങൾക്കൊരു വിഷമവും ഇല്ല. ഭാസ്കരൻ പറയുന്നു, ഞാൻ എത്ര തവണ പറഞ്ഞതാ പോകരുതെന്ന്. നാണം കെടാൻ വേണ്ടി പോകുന്നതാണെന്ന്. നിധി പറയുന്നു, സുനന്ദയ്ക്ക് സുഭാഷ് ഏട്ടന് ഒരുപാട് ഇഷ്ടമാണ്. അത് സുനന്ദ എന്നോട് പറഞ്ഞു. അവളുടെ സങ്കടം കണ്ടിട്ടാണ് ഞാൻ ഇവരെയും കൂട്ടി സുഭാഷ് ഏട്ടന് വേണ്ടി സുനന്ദയെ പെണ്ണ് ചോദിക്കാൻ പോയത്. ഭാസ്കരൻ പറയുന്നു, അവള് വീട്ടുകാര് പറയുന്നതിനപ്പുറം പോകില്ല. തുടർന്ന് വീട്ടിലേക്ക് വന്ന സുഭാഷ് സുനന്ദയുടെ വീട്ടില് നിങ്ങൾ എന്തിനാ പോയതെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും മറുപടി പറയാനാകാതെ കുരുങ്ങി നിൽക്കുകയാണ്. ഭാസ്കരൻ പറയുന്നു, സുഭാഷ് ഏട്ടന് വേണ്ടി സുനന്ദയെ പെണ്ണ് ചോദിക്കാൻ പോയതാ ഇവര്. എന്താണ് ഇതെല്ലാം എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, ദേണ്ട ഇവളാ ഇതെല്ലാം ഒപ്പിച്ചു വെച്ചത്. ഇവള് പറയുന്നത് കേട്ട് പിന്നാലെ പോയിരിക്കുകയാണ് ഇവന്മാരും. അവിടെ പോയി നാണം കെട്ട് വന്നിരിക്കുകയല്ല. എത്ര പറഞ്ഞാലും ഇതിനൊന്നിനും മനസ്സിലാകത്തില്ല. അങ്ങനെ ഭാസ്കരൻ അവിടെ വന്ന് പോകുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, സുധീഷേ നീയൊക്കെ എന്താ ചെയ്തത്? നിങ്ങള് മാറിയിരുന്ന് സംസാരിച്ചപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. കാര്യം ചോദിച്ചിട്ട് നിങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, സുനന്ദയ്ക്ക് സുഭാഷ് ഏട്ടനെ ഇഷ്ടമാണ്. സുഭാഷ് ഏട്ടന് സുനന്ദയെ ഇഷ്ടമാണ്. അതുകൊണ്ടാ ഞങ്ങൾ പോയത്. സുഭാഷ് ചോദിക്കുന്നു, ഞാൻ പറഞ്ഞായിരുന്നോ എനിക്ക് സുനന്ദയെ ഇഷ്ടമാണ്, നിങ്ങൾ പോയി പെണ്ണ് ചോദിക്കണമെന്ന്? എന്നോട് ചോദിക്കാതെ നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. ഒരു ചെറിയ കാര്യമല്ലേ, വിട്ടേക്ക്. സുഭാഷ് പറയുന്നു, എനിക്കിത് വലിയ കാര്യം തന്നെയാണ്. എന്റെ അനുജന്മാരും അനിയത്തിയും അവരുടെ വീടിന് മുന്നിൽ നാണം കെട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഇതുവരെയും നിങ്ങൾ എന്നോട് പറയാതെ ഒരു കാര്യം ചെയ്യാറില്ലല്ലോ, പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ? നിധി പറയുന്നു, സുഭാഷ് ഏട്ടാ ഞാനാ. സുഭാഷ് പറയുന്നു, മോളെ ഒരു മിനിറ്റ്, നിങ്ങൾ എന്താ എന്നോട് ചോദിക്കാതെ പോയത്? എല്ലാവരും വിഷമത്തോടു കൂടി കുനിങ്ങി നിൽക്കുമ്പോൾ സുഭാഷ് അകത്തേക്ക് പോവുകയാണ്. നിധി പറയുന്നു, സോറി, ഞാൻ കാരണമാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. സാരമില്ല എന്ന് പറഞ്ഞ ഹരീഷ് അവിടെ വന്ന് പോകുമ്പോൾ നികേഷ് പറയുകയാണ്, ഏട്ടത്തി നല്ലതിനു വേണ്ടിയാണ് ശ്രമിച്ചത്. ഏട്ടത്തി വിഷമിക്കരുത്. അങ്ങനെ നികേഷ് അവിടെ വന്ന് പോകുമ്പോൾ സുധീഷ് പറയുന്നു, നിധി സാരമില്ല, സുഭാഷ് ഏട്ടന്റെ ദേഷ്യമൊക്കെ കുറച്ച് സമയത്തേക്ക് കാണും, വിഷമിക്കണ്ട. അങ്ങനെ സുധീഷ് അവിടെ വന്ന് പോകുമ്പോൾ നിധി സുഭാഷിന്റെ അരികിലേക്ക് ചെന്നിട്ട് പറയുന്നു, സുഭാഷ് ഏട്ടാ, അവരാരും തെറ്റുകാരല്ല. ഞാനാ അവരെയും കൂട്ടിക്കൊണ്ട് സുനന്ദയുടെ വീട്ടിലേക്ക് പോയത്. ഞാൻ പറഞ്ഞതുകൊണ്ട് അവരെന്റെ കൂടെ വന്നത്. അവരുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. സുഭാഷ് പറയുന്നു, മോൾ ഒരു കാര്യത്തിലും വിഷമിക്കരുതെന്നാ ഞാൻ ആഗ്രഹിച്ചത്. മോൾ എന്തിനാ ഇങ്ങനെ നാണം കെടാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് പോയത്? നിധി പറയുന്നു, സുനന്ദയുടെ വിഷമം കണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. സുഭാഷ് ഏട്ടനും സുനന്ദ ഇഷ്ടമാണല്ലോ. സുഭാഷ് പറയുന്നു, സുനന്ദ എനിക്ക് ചെറുപ്പം മുതലേ അറിയാവുന്നതാണ്. അവൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാനായിട്ട് ഇവിടെ വരാറുണ്ടായിരുന്നു. എനിക്കും അവളെ ഇഷ്ടമായിരുന്നു. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം ജീവിതത്തിൽ നടക്കണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. എല്ലാ കുടുംബം പോലെ ഈ കുടുംബവും സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, എന്റെ അനുജന്മാരും. ഞാനും എന്റെ അനിയന്മാരും കുടുംബത്തെക്കുറിച്ച് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ആ ആഗ്രഹങ്ങളൊന്നും നടന്നിട്ടില്ല. അതേപോലെ സുനന്ദയുടെ കാര്യവും നടക്കാത്ത ഒരു ആഗ്രഹമാണ്. ഇത് പുതിയ കാര്യമൊന്നുമല്ല, ഞങ്ങൾക്കത് ശീലമായി. നിധിയും എന്റെ അനിയന്മാരും എത്ര ശ്രമിച്ചാലും ഇത് നടക്കില്ല. നിധി കണ്ണി നിറഞ്ഞ് സോറി പറയുമ്പോൾ സുഭാഷ് പറയുന്നു, എന്താ മോളെ ഇത്? സോറി ഒന്നും പറയണ്ട. എനിക്ക് നല്ലത് വരാൻ വേണ്ടിയാണ് നിധിയും എന്റെ അനുജന്മാരും സുനന്ദയുടെ വീട്ടിലേക്ക് പോയതെന്ന് എനിക്കറിയാം. നിങ്ങൾ എനിക്ക് വേണ്ടി മറ്റൊരു പെണ്ണിനെ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നോ നമ്മള് പെണ്ണ് കാണാൻ പോയത്? ആ പെണ്ണിന്റെ പേരെന്തായിരുന്നു? ആ പെണ്ണ് ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുമായിരുന്നു. ഇപ്പൊ വിളിക്കുന്നില്ല. ഞാൻ തിരിച്ചു വിളിക്കാത്തത് കൊണ്ടായിരിക്കും. ആ പെണ്ണിനെ ഞാൻ കല്യാണം കഴിച്ചോളാം. അതല്ലെങ്കിൽ വേറെ ഏത് പെണ്ണിനെ കാണിച്ചു തന്നാലും ഞാൻ കല്യാണം കഴിച്ചോളാം. നിങ്ങൾക്ക് ഞാൻ കല്യാണം കഴിച്ചാ പോരെ? നിങ്ങൾ പറയുന്ന ആരെയും കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാ. ഇനി ഇതേപോലെ എനിക്ക് വേണ്ടി ആരുടെ മുന്നിലും ചെന്ന് നാണം കെടരുത്. ഇതെല്ലാം കേട്ട് നിധി വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ സുഭാഷ് അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് സുഭാഷിന്റെ കല്യാണ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് നികേഷും ഹരീഷും സുധീഷും. അവിടേക്ക് വന്ന നിധി മാട്രിമോണിയലിൽ റിക്വസ്റ്റ് കൊടുക്കുന്ന കാര്യമൊക്കെ അവരോട് പറയുന്നു. സുനന്ദയുടെ കല്യാണത്തിന് മുമ്പ് സുഭാഷ് ഏട്ടന്റെ കല്യാണം നടക്കണമെന്ന് പറഞ്ഞ് ഹരീഷും നികേഷും അവിടെ വന്ന് പോകുമ്പോൾ സുധീഷ് നിധിയുടെ മാറ്റത്തെ കുറിച്ച് സംസാരിക്കുകയാണ്. നിധി ഇപ്പോൾ ഈ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയായി മാറിയെന്നും ഈ കുടുംബത്തിന്റെ ഓരോ കാര്യങ്ങൾക്കും എന്റെ ഏട്ടന്റെ കല്യാണം നടത്തുന്നതിനും ഒക്കെ ഇപ്പോൾ നിധിയാണ് മുന്നിൽ നിൽക്കുന്നതെന്നും ഒക്കെ സുധീഷ് പറയുകയാണ്. ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ടല്ലേ നിധി തിരുവനന്തപുരത്തേക്ക് വന്നത്. പഠിക്കണം, ജോലി ചെയ്യണം, വലിയ ആളാകണമെന്നൊക്കെ. ഇപ്പൊ ഇതെല്ലാം മറന്നോ? നിധി പറയുന്നു, ഞാൻ അതൊന്നും മറന്നിട്ടില്ല. സുധീഷ് പറയുന്നു, ഇപ്പൊ അതിലും പ്രധാനം സുഭാഷ് ഏട്ടന്റെ കല്യാണമല്ലേ. ഇതിന്റെ എല്ലാം ഇടയിൽ നിധിയുടെ ലക്ഷ്യം മറന്നു പോകരുത്. സുഭാഷ് ഏട്ടന്റെ കല്യാണമൊക്കെ പതിയെ ശരിയാകും. നിധിയുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനായി ശ്രമിക്കണം. ഇതെല്ലാം കേട്ട് നിധി പുഞ്ചിരിച്ച് സുധീഷിനെ നോക്കുമ്പോൾ സുധീഷും പുഞ്ചിരിച്ച് നിധിയെ നോക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാവിലെ സുഭാഷിന്റെ കയ്യിൽ നിന്നും ചായ വാങ്ങിച്ചുകൊണ്ടുവന്ന് ഭാസ്കറിന് കൊടുക്കുകയാണ് നിധി. ആ ചായയിലേക്ക് ഒന്ന് നോക്കിയിട്ട് ഭാസ്കരൻ കുനിങ്ങിയിരിക്കുമ്പോൾ നിധി ചോദിക്കുന്നു, എന്നോട് ദേഷ്യമാണോ? എന്താന്ന്
ഭാസ്കരൻ ചോദിക്കുമ്പോൾ നിധി പറയുന്നു, ഞാൻ ചെയ്തത് തെറ്റാ. അച്ഛൻ അത്രയൊക്കെ പറഞ്ഞിട്ടും ഞാൻ സുധീഷിനെയും ഹരീഷിനെയും നികേഷിനെയും കൂട്ടി സുനന്ദയുടെ വീട്ടിൽ പോയി. അച്ഛൻ പറഞ്ഞത് ഞാൻ കേൾക്കേണ്ടതായിരുന്നു. സോറി. ഇത് കേട്ട് വിഷമത്തോടുകൂടി നിധിയെ ഒന്ന് നോക്കിയിട്ട് ഒരു പൊതി എടുത്ത് നിധിയുടെ നേരെ നീട്ടിക്കൊണ്ട് ഭാസ്കരൻ പറയുന്നു, ദാ ഈ വട കഴിക്ക്. നല്ല ചൂടുള്ള വടയാ, കഴിക്ക്. നിധി സന്തോഷത്തോടു കൂടി അത് കഴിക്കുമ്പോൾ പുഞ്ചിരിച്ച് അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് സുഭാഷ്. ഭാസ്കരൻ ചോദിക്കുന്നു, നന്നായിട്ടുണ്ടോ? നന്നായിട്ടുണ്ടെന്ന് നിധി തലയാട്ടുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, നീ തന്നെ കഴിച്ചാ മതി, മറ്റാർക്കും കൊടുക്കണ്ട. നിധി പറയുന്നു, ചായയുടെ ചൂട് പോകുന്നു, ചായ എടുത്ത് കുടിക്ക്. അങ്ങനെ നിധി അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, മോളെ ആ വട ആർക്കും കൊടുക്കരുത്, മോള് തന്നെ കഴിച്ചോണം. ഇത് കേട്ട് പുഞ്ചിരിച്ച് തലയാട്ടി നിധി അവിടെ നിന്ന് പോകുമ്പോൾ ചായ എടുത്ത് കുടിക്കുകയാണ് ഭാസ്കരൻ. അകത്തേക്ക് കയറി വന്ന നിധി വട നികേഷിന് കൊടുക്കുകയാണ്. നികേഷ് അത് വാങ്ങാൻ മടിച്ചു നിൽക്കുമ്പോൾ നിങ്ങളുടെ അച്ഛൻ തന്നതാ, കഴിക്കെന്ന് പറഞ്ഞ് നിധി നികേഷിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് വട. തുടർന്ന് അവിടേക്ക് വന്ന സുഭാഷിനോട് നിധി പറയുന്നു, സുഭാഷ് ഏട്ടാ, ഞങ്ങള് മറ്റൊരു പെണ്ണിനെ മാട്രിമോണിയലിൽ നോക്കിയായിരുന്നു. ഒരു പെൺകുട്ടിയെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് അവിടെ പെണ്ണ് കാണാനായി പോയാലോ? സുഭാഷ് പറയുന്നു, ഇപ്പോഴല്ലേ നമ്മളൊരു പെണ്ണ് കാണലിന് പോയത്. ആ പെണ്ണാണെങ്കിൽ എന്നെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, ഞങ്ങൾക്ക് ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല. അതെന്താന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയുകയാണ്, എന്താന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടില്ല, അതിനൊരു കാരണം വേണ്ടേന്ന് സുഭാഷ് ചോദിക്കുകയാണ്. നികേഷ് പറയുന്നു, എന്താന്ന് ചോദിച്ചാ ഹരീഷ് ഏട്ടാ പറ. ഞെട്ടി നികേഷിനെ ഒന്ന് നോക്കിയിട്ട് ഹരീഷ് പറയുന്നു, ഞാൻ പറയാം സുഭാഷ് ഏട്ടാ, ആ പെണ്ണിനെ എനിക്കും ഇഷ്ടപ്പെട്ടില്ല. സുധീഷ് പറയുന്നു, ഞാൻ പറയാം, ആ പെണ്ണ് ഭയങ്കര ദേഷ്യക്കാരിയാ. അവള് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ ചെന്ന് അന്വേഷിച്ചായിരുന്നു. അവള് മറ്റുള്ളവരോട് പെരുമാറുന്നതൊന്നും നന്നായല്ല. എല്ലാവരോടും ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കുന്ന ഒരു പെണ്ണ്. അങ്ങനെ ദേഷ്യപ്പെടുന്ന ഒരു പെൺകുട്ടി സുഭാഷ് ഏട്ടന് ചേരില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും പറയുന്നത് ആ പെണ്ണിനെ ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. സംശയത്തോടു കൂടി എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് സുഭാഷ് ചോദിക്കുന്നു, സുധീഷേ, നിങ്ങൾക്ക് ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലേ, അതോ ആ പെണ്ണിന് എന്നെ ഇഷ്ടപ്പെട്ടില്ലയോ? സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടൻ എന്തായി പറയുന്നത്? സുഭാഷ് ഏട്ടനെ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടാതിരിക്കുമോ? സുഭാഷ് ഏട്ടനെ പോലെ ഒരാളെ ഒരു പെണ്ണിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരനെ കിട്ടാൻ ആ പെണ്ണിന് അർഹതയില്ലാന്ന് വിചാരിച്ചാ മതി. സുഭാഷ് പറയുന്നു, എടാ, ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടിരുന്ന ആ പെൺകുട്ടി ഇപ്പൊ എന്നെ വിളിക്കാറില്ല. അപ്പോഴേ എനിക്ക് മനസ്സിലായി. സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, ഞങ്ങൾക്ക് ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല. നിധി പറഞ്ഞു കൊടുക്കങ്ങോട്ട്. നിധി പറയുന്നു, അതെ സുഭാഷ് ഏട്ടാ, ആ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും വിളിച്ചു ചോദിച്ചായിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഈ കല്യാണവുമായിട്ട് മുന്നോട്ട് പോകാമല്ലോ എന്ന്. അപ്പോഴാ സുധീഷ് ആ പെണ്ണിന്റെ സ്വഭാവത്തെ പറ്റി പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങള് ഈ കല്യാണം വേണ്ടാന്ന് തീരുമാനിച്ചത്. ശരിയെന്ന് പറഞ്ഞ് സുഭാഷ് അകത്തേക്ക് പോവുകയാണ്. നിധി ചോദിക്കുന്നു, നമ്മൾ പറഞ്ഞത് സുഭാഷ് ഏട്ടൻ വിശ്വസിച്ചോ? സുധീഷ് പറയുകയാണ്, വിശ്വസിച്ചതുപോലെയാ തോന്നുന്നത്. തുടർന്ന് സുഭാഷ് ജോലിക്കായി ഇറങ്ങുമ്പോൾ നിധി ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ, നമുക്ക് ആ പെണ്ണിനെ പോയെന്ന് കണ്ടാലോ? സുഭാഷ് പറയുകയാണ്, കാണാം. എല്ലാവരും മറ്റു കാര്യങ്ങൾ കൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിക്ക്. പെണ്ണ് കാണാൻ പോകുന്നത് മാത്രം ജോലിയായിട്ട് എടുക്കാതെ. നികേഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടൻ വിശ്വസിച്ചോ അതോ വിശ്വസിച്ചില്ലയോ? ഹരീഷ് പറയുകയാണ്, നീ അത് വിട്, നമുക്ക് അടുത്ത പെണ്ണിനെ കാണാൻ പോകുന്നതിനെ കുറിച്ച് സംസാരിക്കാം. ആ സുനന്ദയുടെ കല്യാണത്തിന് മുമ്പ് സുഭാഷ് ഏട്ടന്റെ കല്യാണം നടക്കണം. സുധീഷ് പറയുന്നു, നിധി മെസ്സേജ് അയച്ച് ചോദിക്ക് എപ്പോഴാ പെണ്ണ് കാണാൻ വരേണ്ടതെന്ന്. ഇവൻ പറഞ്ഞതുപോലെ സുനന്ദയുടെ കല്യാണത്തിന് മുമ്പ് സുഭാഷ് ഏട്ടന്റെ കല്യാണം നടക്കണം. തുടർന്ന് സുനന്ദയും ലളിതയും ക്ഷേത്രത്തിലേക്ക് വരികയാണ്. ഈ സമയം നിധിയും ക്ഷേത്രത്തിലേക്ക് വരുന്നു. ലളിത പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നിധിയുടെ അരികിലേക്ക് വരികയാണ് സുനന്ദ. നിധി ചോദിക്കുന്നു, ക്ഷേത്രത്തിൽ വരുന്നതിന് കുഴപ്പമില്ലെന്ന്. അപ്പൊ സുനന്ദ പറയുകയാണ്, ഞാൻ അമ്മയോടൊപ്പം വന്നിരിക്കുന്നത്. നിധി ഞങ്ങളുടെ വീട്ടിലേക്ക് വരരുതായിരുന്നു. സോറി, ഞാൻ കാരണം എല്ലാരും ഒരുപാട് വിഷമിക്കുന്നുണ്ട്. എന്റെ അച്ഛൻ കള്ളക്കേസ് കൊടുത്ത് എല്ലാവരെയും ഒരുപാട് വേദനിപ്പിച്ചു. ഇപ്പം എന്നെ പെണ്ണ് ചോദിച്ചു വന്ന നിങ്ങളെ അച്ഛനും അമ്മയും അപമാനിച്ചു വിട്ടു. ക്ഷമിക്കണം നിധി, എല്ലാം ഞാൻ കാരണമാ. നിധി പറയുന്നു, സാരമില്ല, ട്രൈ ചെയ്ത് നോക്കിയതാ, നടന്നില്ല. സുനന്ദ ചോദിക്കുന്നു, സുഭാഷ് ഏട്ടൻ പറഞ്ഞിട്ടാണോ വന്നത്? സുഭാഷ് ഏട്ടൻ എന്നെ മറക്കാൻ കഴിയുന്നില്ലേ? നിധി പറയുന്നു, സുനന്ദയ്ക്ക് ഇപ്പോഴും സുഭാഷ് ഏട്ടന് ഇഷ്ടമല്ലേ? സുനന്ദ അതിനുവേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഒരു തവണ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയാ എല്ലാവരെയും കൂട്ടി സുനന്ദയുടെ വീട്ടിലേക്ക് വന്നത്. എല്ലാവരും ഞാൻ കാരണം ഒരുപാട് വിഷമിച്ചു. കരഞ്ഞുകൊണ്ട് സുനന്ദ പറയുന്നു, സോറി നിധി, എന്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കാൻ സുഭാഷ് ഏട്ടനാണോ പറഞ്ഞത്? നിധി ഒന്നും മിണ്ടാതെ ഇരിക്കുമ്പോൾ തിരുമേനി ലളിതയ്ക്ക് പ്രസാദം കൊടുക്കുന്നത് കാണുകയാണ് സുനന്ദ. അമ്മ ഇപ്പൊ വരും, ഞാൻ പോവാണെന്ന് പറഞ്ഞ് കണ്ണീര് തുടച്ച് ഭയത്തോടുകൂടി അവിടെ നിന്ന് ഓടി പോവുകയാണ് സുനന്ദ. തുടർന്ന് സുനന്ദയുടെ ഒപ്പം നടന്നു വരുന്ന ലളിത കാണുകയാണ് അവിടെ ഇരിക്കുന്ന നിധിയെ. സംശയത്തോടുകൂടി സുനന്ദയെ ഒന്ന് നോക്കിയിട്ട് നിധിയുടെ അരികിലേക്ക് വന്ന ലളിത ചോദിക്കുന്നു, നീ എന്റെ മോളോട് സംസാരിച്ചോ? അമ്മ എന്തായി ചോദിക്കുന്നതെന്ന് സുനന്ദ ചോദിക്കുമ്പോൾ ലളിത പറയുന്നു, മിണ്ടാതിരിക്കടി, നീ എന്റെ മോളോട് സംസാരിക്കാനാണോ അമ്പലത്തിലേക്ക് വരുന്നത്? നിധി ദേഷ്യത്തോടുകൂടി ലളിതയെ നോക്കുമ്പോൾ ലളിത ചോദിക്കുന്നു, എന്താ നോക്കി പേടിപ്പിക്കുന്നത്? പെണ്ണ് ചോദിച്ച് നീ എന്നാ എന്റെ വീട്ടിലേക്ക് വന്ന് എന്റെ മോളെ
മോളുടെ കല്യാണം മുടക്കാൻ ശ്രമിച്ചതുപോലെ മറ്റെന്തെങ്കിലും പ്ലാനുമായിട്ടാണോ ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുന്നത്? ഇനി ഇവളുടെ കല്യാണം മുടക്കാൻ നീ എന്തെങ്കിലും ചെയ്താൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല. ദേഷ്യത്തോടു കൂടി നിധി പറയുന്നു, ഞാൻ ക്ഷേത്രത്തിലേക്ക് വന്നത് നിങ്ങളുടെ മോളോട് സംസാരിക്കാനല്ല, പ്രാർത്ഥിക്കാനാ. നിങ്ങളുടെ വീട്ടിലേക്ക് പെണ്ണ് ചോദിച്ച് ഞാൻ വന്നു, നിങ്ങൾ തരില്ല എന്ന് പറഞ്ഞു. അതോടെ ആ പ്രശ്നം കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് ചിന്തിക്കുന്ന കുടുംബമല്ല ഞങ്ങളുടേത്. ഇത് കേട്ട് ലളിത പറയുകയാണ്, കുടുംബം പിന്നെ മഹാരാജാവിന്റെ കുടുംബമല്ലേ? നിധി ചോദിക്കുന്നു, മഹാരാജാവിന്റെ കുടുംബം മാത്രമേ കുടുംബമാകുകയുള്ളൂ? എപ്പോഴും ഞങ്ങളുടെ കുടുംബത്തെ താഴ്ത്തിക്കെട്ടി സംസാരിക്കാറുണ്ട് നിങ്ങൾ. നിങ്ങളുടെ കുടുംബം എന്താ അങ്ങ് മുകളിൽ നിൽക്കുകയാണോ? നാട്ടുകാര് പലതും പറയുന്നുണ്ടായിരിക്കാം ഞങ്ങളുടെ കുടുംബത്തെ പറ്റി, പക്ഷേ അതൊന്നും സത്യമല്ല. നിങ്ങളുടെ കുടുംബത്തിലുള്ളതുപോലെയല്ല എന്റെ കുടുംബത്തിലുള്ളവര് വളരെ നല്ലവരാണ്. ലളിത പറയുന്നു, പിന്നെ ആ നല്ലവരെ പറ്റിയാ ഈ നാട് മുഴുവൻ മോശമായി സംസാരിക്കുന്നത്. നിധി പറയുന്നു, ഈ നാട് മുഴുവൻ പറഞ്ഞാൽ അത് സത്യമായിരിക്കണമെന്നില്ല. ഞാൻ ആ വീട്ടിലല്ലേ താമസിക്കുന്നത്. ഞാൻ പറയുന്നു, നിങ്ങളുടെ വീടിനെക്കാട്ടിലും ഒരുപടി മുകളിലാണ് ആ കുടുംബം. ലളിത ചോദിക്കുന്നു, അയ്യോ 3 മാസം കൊണ്ട് അത് നിന്റെ കുടുംബമായോ? നിധി പറയുന്നു, അതെ, അത് എന്റെ കുടുംബമാ. ആവശ്യമില്ലാതെ എന്റെ അടുത്ത് വന്ന് സംസാരിക്കരുത്, വഴക്ക് കൂടാൻ ശ്രമിക്കരുത്. ഞാനിവിടെ ക്ഷേത്രത്തിൽ തൊഴാനായി വന്നതാണ്. നിങ്ങൾക്ക് ആരോടെങ്കിലും വഴക്കിട്ടേ പറ്റൂന്നുണ്ടെങ്കിൽ എന്നെ വിട്ടിട്ട് മറ്റാരെങ്കിലും പോയി നോക്ക്. ലളിത ചോദിക്കുന്നു, നിന്നോട് ഞാൻ വഴക്കിട്ടാൽ നീ എന്ത് ചെയ്യും? നിധി പറയുന്നു, ഞാൻ ഇപ്പൊ ഫോൺ വിളിച്ചാൽ അവര് 4 പേരും ഇവിടെ എത്തും. സുഭാഷ് ഏട്ടനും അനിയന്മാരും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കായിരിക്കും പ്രശ്നം. ലളിത പറയുന്നു, പിന്നെ ആ 4 അവന്മാരെയും കണ്ടാൽ ഞാൻ ഭയന്ന് വിറച്ചു പോകുമല്ലോ. ഒന്ന് പോടി അവിടുന്ന്, വാടി ഇങ്ങോട്ടെന്ന് പറഞ്ഞ് സുനന്ദയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ് ലളിത. നിധി ദേഷ്യത്തോടു കൂടി അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. തുടർന്നുള്ള റിവ്യൂമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.